ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണ്. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗ്യാപ്പൊക്കെ വന്നുപോയി, കുറച്ച് തിരക്കായി പോയതാണ്. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം എന്നൊക്കെ കുട്ടിയൊക്കെ ഒരു ആഗ്രഹം, അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ കണ്ടതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ, എനിക്ക് അറിയൂല. അപ്പോൾ നമുക്കൊന്നത് ഉണ്ടാക്കി നോക്കാം. ഞാൻ കുറേ എണ്ണം സെർച്ച് ചെയ്തു. അപ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെ വരുന്ന റെസിപ്പി ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ, ഫ്ലോപ്പായാലും നിങ്ങളോട് പറയാമല്ലോ. ഓക്കെ, ഞാൻ അടുപ്പ് കത്തിച്ചിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് ബട്ടറാട്ടോ ഇട്ട് കൊടുക്കണേ, ചെറിയൊരു പീസ് ഇട്ടോ. അതിന് പിന്നെ കൂടി പോണതും കുറഞ്ഞു പോണ കണക്കൊക്കെ ഇല്ല കേട്ടോ. കൂടിയാലും കുറഞ്ഞാലും ഒക്കെ രസം തന്നെ. കുറഞ്ഞാൽ രസം ഉണ്ടാവില്ല, കൂടിയാൽ രുചി തന്നെയാണ്. അപ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. 2 സവാളയും ചെറിയ 2 തക്കാളിയാണ്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അതാ ഒരു 3 അല്ലി വെളുത്തുള്ളി കേട്ടോ, ഒറ്റ പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, തക്കാളി ഇതാ 2 തക്കാളി കേട്ടോ, ഒരു 5-8 അണ്ടിപ്പരിപ്പ് കേട്ടോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചുമന്ന് വരുന്ന വരെയൊന്നും വഴറ്റണമെന്നില്ല, വഴന്ന് കിട്ടിയാൽ മതി. ഇത് നമ്മളിത് ചൂടാറിയിട്ടൊന്ന് അരച്ചിട്ട് വരിക ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അത്ര തന്നെ മുളക് പൊടി കേട്ടോ, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ട് ഇത് അരച്ച് കൊണ്ടുവരിക ചെയ്യുക കേട്ടോ. നമ്മളിനി സ്റ്റൗ ഓഫ് ചെയ്യാണ്, ഇത് ആറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ. അപ്പം നമ്മുടെ കൂട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. നമ്മളാ വഴറ്റിയെടുത്തത് ഇപ്പോൾ ആറിയിട്ടുണ്ട്. ആറുകയെന്ന് പറഞ്ഞാൽ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ അരച്ചിട്ട് വരാം കേട്ടോ. നമ്മളിത് അതേ പാന് ഒന്നും കൂടെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും കുറച്ച് ബട്ടർ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരച്ചു കൊണ്ടുവന്ന മസാല കണ്ടോ. അപ്പം ഇത് നമ്മളിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു ചൂടുവെള്ളം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഒഴിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സാധാ ചെറിയ ജീരകത്തിൻ്റെ ഒരു പൊടി ലേശം ഞാൻ വറുക്കാതെ ഇവിടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ലേശം പൊടി അതിലേക്ക് തൂവി കൊടുക്കുക കേട്ടോ. ജീരകം ഇല്ലാത്തവർ, ഈ പൊടിച്ച് വെച്ച പൊടി ഇല്ലാത്തവർ, നമ്മൾ ഉള്ളി വഴറ്റണമ്പോൾ ഫസ്റ്റ് തന്നെ ചെറിയ ജീരകം ഇട്ട് വഴറ്റി അരയ്ക്കുന്നതിൽ കൂട്ടി അതിങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് മല്ലിയില കേട്ടോ, ഉള്ളി. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമ്മുടെ കടയിലൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്, വലിയ റേറ്റുള്ള സാധനമൊന്നുമല്ല. 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയതാണ്. ആ കസൂരി മേത്തി നമ്മളിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ടാണ് അതിലേക്ക് യോജിപ്പിക്കണത്. ഞാനത് ഓരോന്നിലൊക്കെ കണ്ടതാട്ടോ, ഓരോ വീഡിയോസിലൊക്കെ കണ്ടതാണ് ഈ പറയണത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പനീർ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് തിളയ്ക്കട്ടെ. ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ഉപ്പ് സമയത്ത് ചേർക്കുകയാണ്. ഇതാ ഒരു പൊടിക്ക് പഞ്ചസാര കേട്ടോ. ഇതിനൊരു പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കഴിക്കണതല്ലേ, ടേസ്റ്റ് പറഞ്ഞാൽ ചെറിയൊരു മധുരം കൂടിയ രുചിയാണ് വരിക. പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. ഇത് തീരെ ടൈം വേണ്ട ഉണ്ടാക്കാൻ. നമ്മൾ ആദ്യം വഴറ്റിയെ അതൊന്ന് ആറി ഒന്ന് പിന്നെ അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം എന്നൊക്കെ തോന്നും, തീരെ ടൈം വേണ്ട. അപ്പോൾ ഞാനിതിനി ഓഫാക്കാൻ പോവുകയാണേ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും കൂടെ മെൽറ്റായി അതിൻ്റെ കൂടെ യോജിക്കട്ടെ. അപ്പം ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയുടെ കൂടെ രാവിലേക്കുള്ള ആയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് പറയും, ചിക്കു അഭിപ്രായം പറയും, അച്ചാച്ചനത് കഴിച്ചിട്ട് അഭിപ്രായം പറയും. തിരിച്ചു വെക്ക്, കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആണോ വരുന്നത് എന്നൊക്കെ പറയും. രസമുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി.
അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇവർ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. അപ്പം ബട്ടർ മസാലയൊക്കെ അപ്പം നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എനിക്കിത് ഉണ്ടാക്കി ഇവിടെ ടേസ്റ്റ് പിടിക്കുമോ എന്നൊക്കെ ഒരു ആശങ്കയിലൊക്കെ ഞാൻ വെച്ച് നോക്കിയത്. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യം പറഞ്ഞപ്പോഴേ നമ്മൾ ഉണ്ടാക്കണമല്ലോ. രസമുണ്ട്, നല്ല രുചിയുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ചെയ്യാത്ത ടീമുകൾ ഇത് കാണുമ്പോൾ ഒന്ന് പുതിയ ആളുകളാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.